മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും ക്ഷേത്രങ്ങളിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ വിവിധ തലത്തിലുള്ള ജനങ്ങളിൽ കാണാൻ സാധിച്ച അസാധാരണമായ താല്പര്യം ഭാരതീയ പൈതൃകം പഠിക്കാനും അറിയാനും ഉൾക്കൊള്ളാനുമുള്ള ആ താല്പര്യം, അതുപോലെ തന്നെ ദേശവിദേശങ്ങളിൽ നിന്ന് അനവധി വ്യക്തികൾ യൂട്യൂബിലൂടെ പലതും കാണുകയും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചുള്ള ഈ പ്രഭാഷണങ്ങൾ കേൾക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ അവരിൽ കണ്ടുവരുന്ന താല്പര്യവും നമ്മൾ പ്രഭാഷണ വേദികളിൽ CD-കളും പുസ്തകങ്ങളും പെൻഡ്രൈവുകളും മെമ്മറി കാർഡുകളും എല്ലാം വയ്ക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ജനങ്ങൾ കാണിക്കുന്ന താല്പര്യം ശരിക്ക് അപ്രതീക്ഷിതമാണ്, അചിന്ത്യമാണ്. ആ താല്പര്യം കാണിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗം യുവാക്കളാണ്. നല്ല ക്വാളിഫിക്കേഷനും ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയുമുള്ള നിലവാരത്തിലുള്ള യുവാക്കൾ പണ്ട് ഇതുമാതിരിയുള്ള വിഷയങ്ങളിൽ ഒരു താല്പര്യവും കാണിക്കാത്തവര് ഇതുമാതിരിയുള്ള പൈതൃക അല്ലെങ്കിൽ ആത്മീയ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ സാമൂഹികമായ കുടുംബപരമായ സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അതിനോട് ഒരു തരത്തിലും സ്വീകരണ മനോഭാവം കാണിക്കാത്ത യുവാക്കൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അഗാധമായ താല്പര്യം കാണിക്കുകയും പലപ്പോഴും വേദ DVD-കളിൽ 4 വേദങ്ങളുടെ വിവിധ ശാഖകളും എടുത്ത് അത് കേട്ട് അത് കോപ്പിയെടുത്ത് അവരുടെ സുഹൃത്തുക്കൾക്കും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വിതരണം ചെയ്യുകയും ആ വേദത്തിൻ്റെ കോപ്പി സ്വീകരിച്ച വ്യത്യസ്ത വ്യക്തികളുടെ അഭിപ്രായം നമ്മളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അത്യുന്നത നിലവാരത്തിലുള്ള ഒരു അവസ്ഥയാണ് മനസ്സിലുണ്ടാവുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകർക്കും അഭ്യുദയകാംക്ഷികൾക്കും ആ ഒരു താല്പര്യം ഇന്ന് യുവജനങ്ങളിൽ ഉണ്ടാവാൻ കാരണം അനവധി വ്യക്തികൾ, അനവധി സന്യാസിമാർ, അനവധി പ്രൊഫസർമാർ, വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ സംഗീതമായാലും നൃത്തമായാലും ഏത് മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അവർ ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ അല്ലാതെയോ പ്രവർത്തിക്കുന്നവരായാലും നമ്മളുടെ പൈതൃകത്തോട് കാണിക്കുന്ന ആഭിമുഖ്യം TV-യിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും കണ്ടും കേട്ടുമാണ് യുവാക്കളിലും മാതാപിതാക്കളിലും വളരുന്ന കുട്ടികളിലും വിദ്യാഭ്യാസ വിചക്ഷകരിലും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരിലും ബുദ്ധിജീവികളിലും അല്ലാത്തവരിലുമെല്ലാം ഈ മാറ്റം ഉണ്ടാവുന്നത്. ഇന്നലെ കൊട്ടാരക്കരയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് ചെറുകോൽപ്പുഴയിൽ. അവിടെയെല്ലാം വന്നതിൽ 50% കൂടുതൽ യുവാക്കളായിരുന്നു.
ആ യുവാക്കള് അവരുടേതായ ധർമ്മം ഈ നാടിൻ്റെ പൈതൃകത്തില് അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങള് തെരഞ്ഞെടുത്ത് അത് പഠിച്ച് അത് കഴിയുന്നത്രയും വേദികളില് പഠിപ്പിച്ച് അവര് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ നാടിൻ്റെ പൈതൃകം നമുക്ക് വിരലുകൊണ്ട് എണ്ണാൻ സാധിക്കുന്ന അത്രയും മാസങ്ങൾക്കുള്ളിൽ കേരളമെമ്പാടും എത്തിക്കാൻ സാധിക്കും, ഭാരതമെമ്പാടും എത്തിക്കാൻ സാധിക്കും. ഭാരതീയ പൈതൃകത്തോട് താല്പര്യമുള്ള ദേശവിദേശികളിൽ അവരേത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് തരം രാഷ്ട്രീയ ചിന്താധാരകൾ വെച്ച് പുലർത്തുന്നവരാണെങ്കിലും അവർക്കെല്ലാം ഇത് എത്തിക്കാനുള്ള ഒരു ദീപസ്തംഭമായിട്ട് ഈ യുവാക്കള് മുമ്പോട്ട് വരികയാണെങ്കിൽ ജനതയ്ക്ക് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ നന്മ നിറഞ്ഞ വശങ്ങള് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തില് നമ്മുടെ പൈതൃകത്തിലുള്ള ആചാരങ്ങള്, പൈതൃകത്തിലുള്ള വിചാരങ്ങള്, വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, കഥകള്, സന്ദേശങ്ങള്, അനുഭവങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള്, ഇവയെല്ലാം കഥകളിലൂടെയോ അനുഭവങ്ങളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെയോ വളരുന്ന തലമുറയ്ക്കും നിലനിൽക്കുന്ന തലമുറയ്ക്കും അതുപോലെ പ്രായമായ തലമുറകൾക്കും എത്തിക്കാൻ സാധിച്ചാൽ ഇന്ന് ധാർമ്മികമായിട്ടുള്ള മൂല്യച്യുതി ഉണ്ട് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നത് കുറെ കൂടി പ്രയോജനപ്രദമായ രീതിയിൽ ആ ച്യുതി ഇല്ലാതെയാക്കാൻ സാധിക്കും. വളരെ വളരെ വ്യക്തമായിട്ട് പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്ന് കേരളീയരുടെ ജീവിതം സ്വർഗസമാനമാണ്. ആര് എന്ത് പറഞ്ഞാലും ശരി, നമ്മുടെ മാതാപിതാക്കള് 5ഉം 6ഉം കുട്ടികളുള്ള ഈ കഴിഞ്ഞ തലമുറയെ അവരുടെ മാതാപിതാക്കള് വളർത്താൻ വേണ്ടി അനുഭവിച്ച വേദനയുടെ 10,000-ലൊരംശം 1-2 കുട്ടികൾ മാത്രമല്ല ഇപ്പോഴത്തെ തലമുറ അനുഭവിക്കുന്നില്ല. ഇന്ന് നമുക്ക് വിറക് വേണ്ട ഗ്യാസ് സ്റ്റൗ ഉണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ട പമ്പുണ്ട്, തുണി അലക്കേണ്ട വാഷിംഗ് മെഷീൻ ഉണ്ട്, അമ്മിക്കല്ലിലിട്ട് അരക്കേണ്ട മിക്സി ഉണ്ട്, ആട്ടുകല്ലിൽ അരക്കേണ്ട വെറ്റ് ഗ്രൈൻഡർ ഉണ്ട്, ഭക്ഷണം സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് ഉണ്ട്, 10ഉം 200ഉം ചാനലുള്ള TV കാണാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണ്ട, വിശറി വേണ്ട ഫാനുണ്ട്, ഏത് വാഹനം ഫസ്റ്റ് ഹാൻഡോ സെക്കൻഡോ ഹാൻഡോ വാങ്ങിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യമുണ്ട്. ബാത്റൂമിൽ ഇരുന്നിട്ട് പോലും ന്യൂയോർക്കിലേക്കോ വാഷിങ്ടണിലേക്കോ ലണ്ടനിലേക്കോ വിളിക്കാനുള്ള മൊബൈൽ ഫോണുകളുണ്ട്. നമ്മളുടെ കയ്യിലുള്ളത് ഏതോ അത് വിറ്റിട്ട് പുതിയത് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല രീതിയിൽ വീട് പണിയാനും അതിൽ ജീവിക്കാനും സൗകര്യമുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള ജോലിയെടുക്കാൻ താല്പര്യമുള്ളവനാണെങ്കിൽ തരക്കേടില്ലാത്ത ഡെയിലി വേജസും ശമ്പളവുമുണ്ട്. ഓണസദ്യ നമുക്ക് വീട്ടിലുണ്ടാക്കാതെ ടെലിഫോണിലൂടെ ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. LIC പ്രീമിയം ആണെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിലും ടെലിഫോൺ ചാർജസ് ആണെങ്കിലും റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിലും ബസ് ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിലും സിനിമ കാണാനുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണെങ്കിലും ഏതും ഇൻ്റർനെറ്റ് വഴിക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീട്ടിലിരുന്ന് ഒരാളുടെ പൈസ മറ്റൊരാളുടെ ബാങ്കിലേക്ക് ഇടാനുള്ള സൗകര്യമുണ്ട്. ശരിക്ക് എണ്ണി നോക്കിയാൽ
വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്ത് ഏതോ ഒരു ഫെയറി ടെയിൽസ് മാതിരി, യക്ഷിക്കഥ മാതിരി, അല്ലെങ്കിൽ ഒരു നോവല് മാതിരി നമുക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ വിവരിക്കാൻ സാധിക്കും. ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഓൺലൈനായിട്ട് വഴിപാട് നടത്താം, ശബരിമലയിലേക്ക് ഓൺലൈനായിട്ട് വഴിപാട് നടത്താം, പ്രസാദം വീട്ടിലെത്തും. എന്തെല്ലാം സൗകര്യങ്ങളുള്ള ഈ ലോകത്തില് ഒന്നോ രണ്ടോ കുട്ടികളെ മാത്രം വളർത്താൻ ഉള്ള ബുദ്ധിമുട്ട് മാത്രം അനുഭവിച്ചാൽ മതി എന്ന അവസ്ഥയില് നമ്മുടെ പൂർവികരുടെ ജീവിത വേദനകളും നമ്മുടെ വേദനകളും അനുഭവിക്കുമ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വേദനിക്കുന്നേയില്ല. എന്നിട്ടും കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് മാതൃഭൂമി പത്രത്തിൽ വരുന്ന മനുഷ്യൻ പരക്കം പായാണ്, മാനസികമായിട്ടുള്ള ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പരക്കം പായുന്ന ആ ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം എവിടെയോ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന്. എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുക്ക് സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ടവരെ പോലെ ജീവിക്കുന്ന നമ്മള് രോഗങ്ങൾക്ക് മരുന്നും രോഗങ്ങൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള സൗകര്യവും മനുഷ്യായുസ് വർദ്ധിപ്പിച്ചതിൻ്റെ വാർത്തയും ജീവിതം പോലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളുമുള്ള ഈ ലോകത്തില് ഇനിയുള്ള കുറവ്, ധാർമ്മിക മൂല്യച്യുതി അല്ലെങ്കിൽ വ്യക്തിപരമോ കുടുംബപരമോ ആയ പ്രശ്നങ്ങൾ മാറ്റിമറിക്കാൻ ഭാരതത്തിലെ പൈതൃകത്തിനെ സാധിക്കുള്ളൂ എന്ന് കഴിഞ്ഞ കുറേ കാലത്തെ ഈ പ്രഭാഷണ പരമ്പര നടത്താനുള്ള പര്യടന വേളകളില്, അതുപോലെ അമൃത ടിവിയിലും ഇപ്പോൾ കേബിൾ ടിവികളിലുമെല്ലാം സന്ദേശം പണ്ടും ഇപ്പോഴും കൊടുക്കുന്നത് സ്വീകരിക്കുന്ന വ്യക്തികളിൽ നിന്ന് കേൾക്കാൻ സാധിച്ചു. ആ നാടിൻ്റെ പൈതൃകം ഇന്ന് എല്ലാവരും സ്വീകരിക്കുന്നു. ശരിക്ക് ഈ നാടിൻ്റെ പൈതൃകത്തെ എതിർത്തുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഉദാഹരണം ഞാൻ ഇന്നലെ കൊട്ടാരക്കരയിൽ പറയേണ്ടായി. സാക്ഷാൽ അച്യുതാനന്ദൻ സാറാണ് ആലപ്പുഴയിൽ ഒരു വലിയ ക്ഷേത്രം സമൂഹത്തിന് സമർപ്പിച്ചത്. ശിവഗിരി തീർത്ഥാടനത്തിന് അവിടത്തെ ശാരദാദേവിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൊഴുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മകൻ ഗുരുവായൂരിൽ 2 പ്രാവശ്യം തൊഴാൻ പോയി ഉദയാസ്തമയ പൂജ നടത്തി. നാളികേരം മുട്ടിറക്കലിന് ഉരുട്ടുന്നത് കണ്ടു. ആരാധ്യനായ പിണറായി വിജയന്റെ മകള്, നമ്മുടെ പൈതൃകത്തെ നഖശികാന്തം എതിർക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അമൃത വിശ്വവിദ്യാലയത്തിൽ കോയമ്പത്തൂർ പഠിക്കുമ്പോൾ ലളിതാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും വേദമന്ത്രങ്ങളും ബൈഹാർട്ടായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. മാത്രമല്ല നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളെ വഴിയിൽ വെച്ച് കത്തിച്ച KR ഗൗരിയമ്മ ചക്കുളത്തുകാവിലെ നാരീപൂജയ്ക്ക് പോകുന്നുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവരും ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരായവരും ക്ഷേത്രത്തിലേക്ക് പോവുക, ആരാധന നടത്തുക അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ പഠിച്ച വേദങ്ങളാണ് നമ്മളെ നമ്മളാക്കി ഉയർത്തിയത് എന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഭംഗിയായിട്ട് KPC ഭട്ടതിരിപ്പാടിനോട് പറയുന്ന വരികൾ കേട്ടിട്ടുണ്ട്. യുക്തിവാദിയായിരുന്നവര് പോലും ഇന്ന് വളരെ ഭംഗിയായിട്ട് ക്ഷേത്ര ദർശനങ്ങളും പൈതൃകത്തിലേക്കുള്ള തിരിച്ചുവരവും നടത്തുന്നു. നാരായണ ഗുരുദേവനെ എതിർത്തിരുന്നവര് നാരായണ ഗുരുദേവന്റെ വഴിയാണ് ശരിയെന്ന് TK ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ യുക്തിവാദിയായിരുന്നു അദ്ദേഹം. എൻ്റെ വഴിയല്ല ശരി, നാരായണന്റെ വഴിയാണ് ശരിയെന്ന് പറയേണ്ടായി. 27 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച നാരായണ ഗുരുദേവന്റെ വഴിയാണ് ശരിയെന്ന് പറയേണ്ടായി. ഇന്ന് ക്ഷേത്ര ഭരണത്തില് ഈ ക്ഷേത്രത്തെ എതിർത്തിരുന്ന മാർക്സിസ്റ്റുകാര്
ഒരു സ്വാർത്ഥതയും രാഷ്ട്രീയ ലാഭവും നോക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. ആരെ വേണമെങ്കിലും നോക്കാം. ഇ കെ നായനാര് അന്ത്യത്തില് ക്ഷേത്രവുമായിട്ട് നല്ലോണം ബന്ധപ്പെട്ടിരുന്നു. ഭാര്യ നിരന്തരം ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ഏത് കമ്മ്യൂണിസ്റ്റുകാരനെ യുക്തിവാദിയെ നോക്കുക, ജീവിതാന്ത്യത്തിലാവുമ്പോഴാണ്, അറ്റ്ലീസ്റ്റ് അപ്പോഴെങ്കിലുമാണ് അവർ ഈ പൈതൃകത്തിലേക്ക് വരുന്നത്. അപ്പൊ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, ഇന്ന് ഇന്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ബ്ലോഗ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഇമെയിൽ ഫെസിലിറ്റീസ് ഉണ്ട്, SMS ഫെസിലിറ്റീസ് ഉണ്ട്, ടെലിഫോൺ വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ നാടിൻ്റെ സനാതന ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ചിന്താതീതമായ സൗകര്യങ്ങൾ ഉള്ളൊരു കാലഘട്ടത്തിൽ ശരിക്കും വിരലൊന്ന് അനക്കിയാൽ നമ്മുടെ പൈതൃകത്തിൻ്റെ അറിവ് നമുക്ക് ലഭിക്കുകയും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കുന്ന യുവാക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വശത്ത് മതപരിവർത്തനത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിന് ഒരിക്കലും യോജിക്കാത്ത മതം ഹൈന്ദവ മൂല്യങ്ങളെ കാർന്നു തിന്നുമ്പോൾ, മറ്റൊരു വശത്ത് മറ്റൊരു മതത്തിൻ്റെ വക്താക്കള് പ്രേമിച്ചും പെറ്റുപെരുകിയും ഈ നാടിൻ്റെ മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഈ നാടിൻ്റെ സംസ്കാരത്തെ ഭാരതത്തിലും മിഷണറിമാരിലൂടെ മതപരിവർത്തനം നടത്തിയിട്ടില്ല, ഹിന്ദുധർമ്മം പ്രചരിപ്പിച്ചിട്ടില്ല. ആ ധന്യമായ ഋഷിവര്യന്മാരും ഈ പൈതൃകത്തിൻ്റെ ചിന്തകരും ഈ പൈതൃകത്തില് ജനിച്ച് വളർന്ന ശരിക്കുള്ള ബുദ്ധിജീവികളും, സ്യൂഡോ ബുദ്ധിജീവികളല്ല, ശരിക്കുള്ള ബുദ്ധിജീവികളും ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച നമ്മുടെ പുരാണങ്ങളും മഹാഭാരതവും രാമായണവും വേദങ്ങളും ഉപനിഷത്തുക്കളും അത്യഗാധമായി പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ഉപരിപ്ലവമായിട്ടാണെങ്കിലും 21ാം നൂറ്റാണ്ടിന് അനുയോജ്യമായ വിധത്തിൽ പഠിച്ച് യുക്തിപരമായിട്ട് വ്യാഖ്യാനിച്ച് ശാസ്ത്രീയമായ വീക്ഷണത്തിലൂടെ ഉൾക്കൊണ്ട് ബുദ്ധിപരമായി അത് ജനതയ്ക്ക് കൈകാര്യം ചെയ്യാൻ യുവാക്കൾക്ക് സാധിച്ചാൽ, ആ യുവാക്കള് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ദീപസ്തംഭമായിട്ട് നിലനിൽക്കും. അവർക്കത് സാധിക്കും, അവർക്കേ അത് സാധിക്കുള്ളൂ. ഇന്ന് ഞങ്ങൾ ഏത് ക്ഷേത്രത്തില് പ്രഭാഷണത്തിന് പോകുമ്പോഴും 90% വോളണ്ടിയർമാര് കാര്യങ്ങള് പ്രാവർത്തികമാക്കുന്നത് പണ്ടത്തെ പോലെ പ്രായമായവരല്ല. നല്ല ഗ്രാജുവേഷൻ ലെവലിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും പഠിക്കുന്ന വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ ആ നിലവാരം അടുത്ത കാലത്ത് കഴിഞ്ഞു പുറത്തേക്ക് വന്നവരുമാണ്. അപ്പൊ യുവാക്കൾക്ക് ഇന്ന് ഏത് തരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റുകളും IT സിസ്റ്റങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള സ്ഥിതിക്ക്, സൗകര്യമുള്ള സ്ഥിതിക്ക്, അതിന് സാമ്പത്തികമായിട്ട് വലിയ ഭാരമൊന്നുമില്ലാത്ത സ്ഥിതിക്ക്, അറിവ്, ഇത് പ്രചരിപ്പിക്കാനുള്ള അറിവ് വിരൽ തുമ്പിൽ ലഭ്യമാകുന്ന സ്ഥിതിക്ക് ഏത് തരത്തിലുള്ള അറിവും ഗൂഗിൾ സെർച്ചിലൂടെ ചാണക്യന്റെ നീതിസാരമായാലും ആര്യഭടന്റെ ഗ്രന്ഥമായാലും
വേദത്തിൻ്റെ റിസൈറ്റേഷൻ ആണെങ്കിലും രാമായണത്തിലെ മാനേജ്മെൻ്റ് ആണെങ്കിലും വേദിക് മാനേജ്മെൻ്റ് ആണെങ്കിലും ഭർതൃഹരിയുടെ ഉപദേശശതകമാണെങ്കിലും മഹാഭാരതത്തിലെ ധർമ്മപുത്രരെ കുറിച്ചാണെങ്കിലും നമ്മളുടെ പഞ്ചതന്ത്രമായാലും ഏത് ഗ്രന്ഥങ്ങളെക്കുറിച്ചോ ആചാരങ്ങളെക്കുറിച്ചോ വിചാരവിശ്വാസങ്ങളെക്കുറിച്ചോ ഉള്ള അറിവ് ലഭിക്കാൻ ഇന്ന് ലൈബ്രറികളിൽ ചെന്ന് അവിടെ കുത്തിയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. മിനിറ്റുകൾ കൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ മുമ്പിൽ കമ്പ്യൂട്ടറിൽ ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള പല വീക്ഷണങ്ങളും ലഭിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അതിലെ കുറേ കാര്യങ്ങൾ പഠിച്ച് താല്പര്യമുള്ള കുറച്ചു പേരിലേക്കെങ്കിലും അത് എത്തിക്കാൻ ശ്രമിച്ചാൽ, യുവാക്കൾ അതിന് ശ്രമിച്ചാൽ, വിദ്യാർത്ഥികൾ അതിന് ശ്രമിച്ചാൽ ഒരു സംശയവുമില്ല 2020 ആവുമ്പോൾ ഭാരതം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാക്കി മാറ്റണമെന്ന പോപ്പിന്റെ അജണ്ട വർക്ക് ചെയ്യില്ല. മാത്രമല്ല, അപ്പുറത്ത് ബംഗ്ലാദേശും ഇപ്പുറത്ത് പാകിസ്ഥാനും, പിന്നെ ഇസ്ലാമിക രോഗങ്ങള്, മതങ്ങള്, വീക്ഷണങ്ങള്, തീവ്രവാദങ്ങള് ഭാരതമെമ്പാടും മറ്റ് സ്ഥലങ്ങളെ പോലെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ശ്രമം പോലും പരാജയപ്പെടുത്താൻ മതപരിവർത്തനവും തത്തുല്യമായ തിന്മകളും നമ്മുടെ സനാതന മൂല്യങ്ങളെ കാർന്നു തിന്നുന്നത് ഒഴിവാക്കാൻ, ഇല്ലാതെയാക്കാൻ മറ്റാരെങ്കിലും വന്ന് ഈ ധർമ്മത്തെ സംരക്ഷിക്കുമെന്ന ധാരണ മാറ്റി സന്യാസിമാരൊന്നും ചെയ്യണില്ല, ആ സംഘടനകളൊന്നും ചെയ്യണില്ല, ഈ സംഘടനകളൊന്നും ചെയ്യണില്ല എന്ന് നമ്മൾ ആത്മരോധനം നടത്തുന്നതിന് പകരം ഓരോ യുവാവും അവർക്ക് സാധിക്കുന്നത് അൾട്രാ മോഡേൺ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ അവസരമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മൾ. ക്രൈസ്തവ യുവാക്കളുടെ ഇടയിൽ അസാധാരണ മാറ്റമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് പാലക്കാട് ധർമ്മസൂയ യാഗത്തിന് ഒരു 10-50 മിനിറ്റ് ക്ലാസ് എടുക്കുകയുണ്ടായി. അവിടെയുള്ള വോളണ്ടിയർമാരിൽ എത്രയോ ക്രിസ്ത്യാനികളെ പരിചയപ്പെടുകയുണ്ടായി. അവിടെ വന്ന് ഈ യാഗത്തിൽ പങ്കെടുത്ത പള്ളിയിലെ അച്ഛന്മാരൊരു യൂറോപ്പിൽ നിന്ന് വന്ന അച്ഛന്മാരെ വരെ കണ്ടു. ധാരാളം പേര് ഏതുദ്ദേശത്തോടു കൂടി വന്നതാണെങ്കിലും അല്ല അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഹിഡൻ അജണ്ട ഉണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഇതെന്താണെന്ന് അറിയണമെന്നും ഇതിനകത്തുള്ളത് ജീവിതത്തിൽ കുറച്ചെങ്കിലും പകർത്തണമെന്നുള്ളതും ആ അവിടെ കാണുന്നതും കേൾക്കുന്നതും അത് പ്രചരിപ്പിക്കാൻ പങ്കെടുക്കുന്നതും നല്ലതാണെന്നും തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കും. തരക്കേടില്ലാത്ത തണുപ്പ് രാത്രിയിലുള്ള ആ സ്ഥലത്ത് ആ തണുപ്പുള്ള രാത്രിയിൽ 4 മണി വരെ മാത്രം ഉറങ്ങാൻ സാധിച്ച് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ധർമ്മസൂയ യാഗത്തിൽ രാവിലെ മുതൽക്ക് രാത്രി വരെ വോളണ്ടിയർമാരായി നിന്നവരിൽ 95% യുവാക്കളായിരുന്നു. എല്ലാ മതത്തിലും പെട്ട യുവാക്കൾ. അപ്പോ മാറുന്നുണ്ട്. ആ മാറ്റം ധന്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ യുവാക്കൾക്ക് സാധിക്കും. പ്രായമായവരെക്കാൾ ഇഫക്റ്റീവായിട്ട് യുവാക്കൾക്ക് അത് സാധിക്കും. ആ യുവാക്കൾക്ക് അത് സാധിക്കണമെങ്കിൽ ആദ്യം അവർ കുറച്ചെങ്കിലും പൈതൃകം പഠിക്കണം.
ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് എൻ്റെ മകനോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറയുന്നത് അബദ്ധമാണ്. ഞാൻ പഠിക്കാതെ മറ്റൊരുവനോട് പഠിക്കണമെന്ന് പറയുന്നതും അതേപോലെ അബദ്ധമാണ്. ഞാൻ നന്മകൾ ചെയ്യാതെ മറ്റൊരാളോട് നന്മകൾ ചെയ്യണമെന്ന് പറയുന്നതും ഞാൻ തിന്മകൾ ചെയ്തുകൊണ്ട് മറ്റൊരുവനോട് തിന്മകൾ ചെയ്യരുതെന്ന് പറയുന്നതും ഒരേപോലെ തെറ്റായ സ്ഥിതിക്ക് ആദ്യം നമ്മൾ പഠിക്കുക, വേദം എന്താണെന്ന് കേൾക്കുക, അർത്ഥം മനസ്സിലായില്ലെങ്കിലും ഉപനിഷത്തുക്കൾ എന്താണെന്ന് പഠിക്കുക, അർത്ഥം മനസ്സിലാക്കാൻ സൗകര്യമുണ്ടെന്ന്, രാമായണത്തിലെ സന്ദേശങ്ങൾ എന്താണെന്നും അനുഭവങ്ങൾ എന്താണെന്നും വ്യക്തമായിട്ട് ഉൾക്കൊള്ളുക. അതിനകത്ത് അതിശയോക്തികളും എക്സാജറേഷൻ ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻസും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ആവശ്യമുള്ളത് രാമായണത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുക. മഹാഭാരതത്തിലെ കഥകളും അനുഭവങ്ങളും അതിലും ഇഷ്ടംമാതിരി എക്സാജറേഷൻസ് ഉണ്ട്. ആ അതിശയോക്തികളെല്ലാം ഇറേസ് ഓഫ് ചെയ്തിട്ട് ജീവിതഗന്ധിയായ അനുഭവങ്ങളും കഥകളും സന്ദേശങ്ങളും മാത്രം അതിൽ നിന്നെടുത്ത് അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരെ കൊണ്ട് പകർത്തിപ്പിക്കാനുമുള്ള യജ്ഞം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും ഹിന്ദു ധർമ്മത്തെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ അല്ലെങ്കിൽ താല്പര്യമുള്ള വ്യക്തികൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ഉത്തരം കൊടുക്കാനും ഈ സനാതന ധർമ്മത്തെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത് മതപരിവർത്തനം നടത്താനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും താല്പര്യമുള്ളവർക്കും കറക്റ്റ് നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യം അറിവുള്ളവരാവണം, യുവാക്കള് അഭിമാനമുള്ളവരാവണം, യുവാക്കള് ചങ്കൂറ്റമുള്ളവരാവണം. അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഭാരതത്തെ മാറ്റാൻ വിരലിലെണ്ണാവുന്ന അത്രയും ത്യാഗമനോഭാവമുള്ള യുവാക്കളെ എനിക്ക് ലഭിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അറിവുള്ള എല്ലാവരും പറയുന്നത് തന്നെയാ വിവേകാനന്ദനും പറഞ്ഞത്. പഴയ ചിന്താധാരകൾ മനസ്സിൽ വെച്ചുകൊണ്ട് അത് മാത്രമാണ് എല്ലാം, അത് മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ധരിക്കുന്നതിന് പകരം പഴയതിലെ നന്മയും പുതിയതിലെ നന്മയും എടുത്ത് ഒരു പുതിയ നന്മ സൃഷ്ടിച്ച് ഈ നാടിൻ്റെ നന്മകള് മനുഷ്യ മനസ്സിനെ അസാധാരണമാം വിധത്തിൽ മാറ്റാൻ, മനുഷ്യന്റെ ശാരീരികമായ പ്രശ്നങ്ങളെ അസാധാരണമായ വിധത്തിൽ മാറ്റാൻ, നമ്മുടെ കുടുംബ ബന്ധത്തെ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കള് ദൃഢമാക്കാൻ, രാഷ്ട്രീയക്കാര് ഉതിർക്കുന്ന സാമൂഹിക വിഘടനവാദത്തെ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, വോട്ടിന് വേണ്ടി, ഇലക്ഷന് വേണ്ടി അവർ ഉയർത്തുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാരും ഉയർത്തുന്ന ആ വെല്ലുവിളികള് സമൂഹത്തെ വിഘടിപ്പിക്കാതെ ഭാരതത്തിൻ്റെ മക്കളായ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഈ നാടിൻ്റെ പൈതൃകത്തിലെ നന്മകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരിപ്പോ ഒരു വിഭാഗം ആചരിക്കുന്നത് വിദേശത്തു നിന്ന് വന്ന മതമാണ്, ഈ നാടിൻ്റെ സംസ്കാരവുമായിട്ട് ഒരു തരത്തിലും യോജിക്കാത്ത മതമാണ് എന്ന് അവരെ കൊണ്ട് ഒന്ന് ചിന്തിപ്പിക്കാനും സാധിക്കുന്ന വിധത്തില് നമ്മുടെ യുവാക്കള് ഇവിടത്തെ പൈതൃകം പഠിപ്പിക്കാനുള്ള യജ്ഞം ചെയ്യുകയാണെങ്കിൽ ഈ നാടില് ഇന്ന് കാണുന്ന മാനസിക സംഘർഷവും മാനസിക രോഗവും അതുപോലെ തന്നെയുള്ള അരക്ഷിതാവസ്ഥയും മാനസികമായിട്ടുള്ളത്
മാറ്റാൻ ഈ നാട്ടിൽ തന്നെ ഒറ്റമൂലികളുണ്ട്. ഈ നാട്ടിൽ തന്നെ നമ്മുടെ പൈതൃകത്തിൻ്റെ ചിന്താധാരകളിൽ തന്നെ മനസ്സിലെ വ്യഥകളും ദുഃഖങ്ങളും വേദനകളും മാറ്റാനുള്ള നല്ല ഔഷധങ്ങൾ കഥകളായും സന്ദേശങ്ങളായും അനുഭവങ്ങളായും ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ടുമുണ്ട്. അത് ഉൾക്കൊള്ളാനും ഉൾക്കൊള്ളിക്കാനും യുവാക്കൾക്ക് സാധിക്കണം. ഭാരതത്തിൻ്റെ മകനും മകളുമാണെന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള ചങ്കൂറ്റമുണ്ടായി നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും ഭാരതത്തിൻ്റെ പൈതൃകത്തിൻ്റെ അംബാസിഡർമാരും സന്ദേശകരും ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.